ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. പൊട്ടറ്റോ ഫിംഗേഴ്സ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത്. അത് ഈ ഒരു ഷേപ്പ് കൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങുമ്പോൾ ഉപ്പ് മാത്രമായിട്ട് പുഴുങ്ങുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു സവാള കേട്ടോ, ഇതുപോലെ കൊത്തി എരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യണതിന് മുന്നേ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് ചേർക്കണില്ല, പക്ഷേ ഞാനിത് മുഴുവനായിട്ട് ചേർത്ത് കേട്ടോ. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു തിക്നെസ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അതിൻ്റെ ആ ഒരു തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റവ ചേർത്ത് കൊടുക്കണം. കാരണം നമുക്കൊരു കട്ട്ലറ്റിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കിട്ടണം, എന്നാലാണ് നമ്മൾക്ക് അതിൻ്റെ കറക്റ്റ് ഫിഗറിലേക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പാക്കി എടുക്കണേ മുന്നേ കയ്യിലൊരല്പം ഓയിൽ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഷേപ്പാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് പകുതിയോളമെങ്കിലും മുങ്ങണം, അതുകൊണ്ടാണ് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ തന്നെ. അഥവാ ഇനി ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫിംഗേഴ്സൊക്കെ ഒന്ന് പാതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് നമ്മൾ വേറെ ഒന്നും കൊണ്ട് കോട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഡയറക്റ്റ് അല്ലേ ഇടണം, അപ്പോൾ വേഗം മൊരിഞ്ഞിട്ട് പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉള്ളൊന്നും ചിലപ്പോൾ ആ സവാളയൊന്നും കുക്കായില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പിന്നെ ഇഫ്താർ വിഭവമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്, ഫോട്ടോ സഹിതം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.